പല വഅലിന്റെ സദസ്സിലും പറഞ്ഞ ദുആയാണ്. പല വഅലിന്റെ മേഖലകളിലും ചെല്ലുമ്പോൾ പല ആളുകളും പരാതി പറയുമ്പോൾ ഉസ്താദുമാരെല്ലാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിർദ്ദേശിക്കുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ഒരു ആയത്ത്, ഒരു ദുആയാണ് മക്കളില്ലാത്തവർക്ക് പരിഹാരം. നിങ്ങൾ പറയും ഞങ്ങളൊക്കെ ആയിരക്കണക്കാന ദിവസങ്ങളിൽ ഞങ്ങൾ ചൊല്ലുന്നുണ്ട്, ദിവസങ്ങളായി ഞങ്ങൾ ഈ പറയുന്ന ദുആകളൊക്കെ ചെല്ലുന്നുണ്ട്, പക്ഷേ അള്ളാഹു ഞങ്ങളുടെ ദുആ സ്വീകരിക്കുന്നില്ലെന്ന് പറയുന്ന പാവപ്പെട്ട സഹോദര സഹോദരിമാരെ കരഞ്ഞിട്ട് പറയാറുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ ഒരു വചനം പറയുന്നുണ്ട്. ഏതാണ് അള്ളാഹുവിന്റെ ഖുർആനിൽ പറയുന്നത്? ഇന്ന മഅൽ ഉസ്രി യുസ്റ. എല്ലാ സങ്കടങ്ങൾക്കും, എല്ലാ വേദനകൾക്കും, എല്ലാ പ്രയാസങ്ങൾക്കും, എല്ലാ കണ്ണുനീരുകൾക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു വിടയുണ്ടാകും, അതിനുശേഷം ഒരു സന്തോഷമുണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുമ്പോൾ, മക്കളില്ലാതെ നിങ്ങൾ വർഷങ്ങളോളം കരയുമ്പോഴും ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ദർബാറിലേക്ക് ദുആ ചെയ്യുന്ന ദുആ ആയിരിക്കാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സ്നേഹത്തിൽ പറയണത് ഏത് ദുആയാണ്? ഏത് ദുആയാണ്? അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ മക്കളില്ലാത്തവർക്ക് വേണ്ടി എൻ്റെ പ്രിയമുള്ളവർ ഒരു ദുആ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലുണ്ടല്ലോ ഒരു മനോഹരമാകുന്ന ദുആ ഉണ്ടല്ലോ. അള്ളാഹു പറയുകയാ, അള്ളാഹു കേൾപ്പിക്കുകയാ. 6000-ഓളം ആയത്തുകളുള്ള അള്ളാഹുവിന്റെ ഖുർആനുണ്ടല്ലോ. 25ഓളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന അള്ളാഹുവേ, ഒരുപാട് സൂറത്തുകളുള്ള, ഒരുപാട് ആയത്തുകളുള്ള, ഒരുപാട് അഹ്കാമുകളുള്ള അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അള്ളയുണ്ടല്ലോ പറയുകയാ. ഈ പറയുന്ന ദുആ എൻ്റെ പ്രിയമുള്ളവരെ ആരെങ്കിലും ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുകയാണ്, മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരീ, കുട്ടികളില്ലാതെ നൊമ്പരപ്പെടുന്നവരീ, അള്ളാഹുവിന്റെ ഖുർആനിലൂടെ അള്ളയതാ പറയുകയാ. ഈ പറയുന്ന ദുആ ഉണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ അർത്ഥമറിഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ചൊല്ലിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, അല്ലാഹു ഉണ്ടല്ലോ നല്ല സ്വാലിഹീങ്ങളായ മക്കളെ തരുന്നതാ, ഈമാനുള്ള മക്കളെ തരുന്നതാ. ഈ ഒരു ആയത്തിനാണ് പല വഅലിന്റെ സദസ്സിലും ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. ഈ പറയുന്ന ആയത്തിന്റെ പ്രിയപ്പെട്ടവരെ പല വേദികളിലും ഞാൻ പറഞ്ഞു തന്നതാണ്. ഏതെന്നറിയോ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഈ പറയുന്ന ദുആ ഉണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ അർത്ഥമറിഞ്ഞുകൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ, അർത്ഥമറിഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, അവനിക്ക് അല്ലാഹു മക്കളെ തരുന്നതാ. ഉസ്താദേ 10 കൊല്ലമായി മക്കളില്ല, 6 കൊല്ലമായി മക്കളില്ല, 20 കൊല്ലമായി മക്കളില്ല, 50 കൊല്ലമായി മക്കളില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരോട് പറയുകയാണ്, നീ എൻ്റെ പ്രിയപ്പെട്ടവരെ റബ്ബിലുള്ള പ്രതീക്ഷ നീ വിടാൻ പാടില്ല. ഇന്ന മഅൽ ഉസ്രി യുസ്റാ. എല്ലാ സങ്കടങ്ങൾക്കും, എല്ലാ വിരഹങ്ങൾക്കും, എല്ലാ ദുഃഖങ്ങൾക്കും ശേഷമുണ്ടല്ലോ ഒരു സന്തോഷമുണ്ടല്ലോ. അല്ലാഹു തരുന്നതാ, അല്ലാഹു തരുന്നതാ. അതുകൊണ്ട് പടച്ചവന്റെ ദർബാറിലേക്ക് 2 കരങ്ങളുണ്ടല്ലോ. 5 വഖത്തിന് ശേഷം എൻ്റെ പ്രിയപ്പെട്ടവരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഏക ഇലാഹായ റബ്ബിന്റെ സമുദ്രത്തിലേക്ക് ദുആ ചെയ്തു കൊള്ളുക. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഈ പറയുന്ന ദുആ
ആരെങ്കിലും ഒരാൾ ഖുർആനിലെ പരിശുദ്ധമാക്കപ്പെട്ട ആയത്താണ്. ഈ ദുആ ആരെങ്കിലും ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് ഖൈറായ സ്വാലിഹീങ്ങളായ മക്കളെ അള്ളാഹു നൽകും. മക്കളെ അള്ളാഹു ആർക്കും നൽകാം, പക്ഷേ സ്വാലിഹീങ്ങളായ ഈമാനുള്ള അദബുള്ള 5 വഖത്ത് നിസ്കരിക്കുന്ന മക്കളിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ നന്മകളും ചെയ്യുന്ന മക്കളെ അള്ളാഹു സുബ്ഹാനഹു തആല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നൽകുമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തുമ്പോൾ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയണത്, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ് മക്കളെന്ന് പറയണത്. ഞാൻ ഏകദേശം ഒരു കൊല്ലം മുമ്പ് കാസർഗോഡ് ഒരു സ്ഥലത്തിന് സ്ഥലം പറയണില്ല, ഒരു സ്ഥലത്ത് വഅദിന് പോയ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ വണ്ടി ഓടിക്കണ സഹോദരനുണ്ട്, ഞാനുണ്ട്, ഞങ്ങൾ രണ്ടും കൂടി ഒരാളുടെ വീട്ടിലേക്ക് ചെന്നു. കയറി ചെല്ലണ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദെ എൻ്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം, എൻ്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഞാൻ ചോദിച്ചു, മക്കളെന്തേ? ഉസ്താദ് ചെറിയ 2 മക്കളാ. ഞാൻ ചോദിച്ചു, മക്കളെന്തേ? അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ കഥകൾ പറഞ്ഞു തുടങ്ങി. ഉസ്താദെ, എനിക്ക് ഇത്ര കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് അള്ളാഹു എനിക്ക് മക്കളെ തന്നില്ല, അള്ളാഹു എനിക്ക് മക്കളെ തന്നില്ല. ഞാൻ ചോദിച്ചു, ഇത്ര കൊല്ലം കഴിഞ്ഞിട്ട് അള്ളാഹു മക്കളെ തന്നത്? ഉസ്താദെ, എനിക്ക് അള്ളാഹു മക്കളെ തന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കരഞ്ഞ് ദുആ ചെയ്തിട്ടാണെന്ന് ആ സഹോദരൻ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾ നന്നാകണം. അള്ളാഹു നല്ല ഈമാനുള്ള സ്വാലിഹീങ്ങളായ മക്കളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഈ ബലിപ്പെരുന്നാളിനോട് അനുബന്ധിച്ചുകൊണ്ട് നടക്കുന്ന മഹനീയമാകുന്ന കർമ്മമാണ് ഉളുഹിയത്ത് എന്ന് പറയുന്നത്, അല്ലേ? പരിശുദ്ധമാക്കപ്പെട്ട ബലിപ്പെരുന്നാളിന്റെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു കർമ്മവുമായി ബന്ധപ്പെട്ടതാണ് ഉളുഹിയത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയുന്നുണ്ട്, ഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്നാ أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അള്ളാഹ് പറയുന്നു, ഇന്ന അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഉളുഹിയത്ത് നിർവഹിക്കണം, നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഞാൻ ചെയ്തു തന്നില്ലേ എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഉളുഹിയത്ത് നമ്മൾ എന്തിനാ നിർവഹിക്കണം? നമ്മുടെ വിചാരം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉദ്ഹിയത്ത് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ എൻ്റെ പ്രിയപ്പെട്ടവരാൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഉളുഹിയത്ത് നിർവഹിക്കണം. ആ ഉളുഹിയത്തിന്റെ ബാഹ്യഭാഗം എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചരിത്രമാണ് ഉളുഹിയത്തിന്റെ, എൻ്റെ പ്രിയപ്പെട്ടവർ, അതിന്റെ പിൻഭാഗം എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇസ്മായിൽ നബി ഇബ്രാഹിം നബിയും എന്ന് പറയുന്നത് വെറും ഒരു ഉളുഹിയത്തിന് മാത്രം നമ്മൾ പറയേണ്ട ചരിത്രമല്ല. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും എന്ന് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉളുഹിയത്തിന് മാത്രം പറയേണ്ട ചരിത്രമല്ല, ബലിപ്പെരുന്നാളുമായിട്ട് മാത്രം പറയേണ്ട ചരിത്രമല്ല. ഞാൻ പറയണത്, പല ആളുകളും പരാതി പറയുന്നൊരു കാര്യമാണ്. എന്താണ്? മക്കള് നന്നാകണില്ല, മക്കള് ലഹരിക്കടിമയാണ്, മക്കള് കഞ്ചാവിനടിമയാണ്, മക്കള് ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കണില്ലെന്ന് പല ആളുകളും പറയാറുണ്ട്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയും ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം എൻ്റെ പ്രിയപ്പെട്ടവരെ സൂചിപ്പിക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയുടെ ചരിത്രം പറയണത്. ഒരു വാപ്പ എങ്ങനെ മക്കളോട് പെരുമാറണം, മക്കള് വാപ്പയോട് മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ചരിത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താ പറയണത്? ഇബ്രാഹിം നബിക്ക് എൻ്റെ പ്രിയപ്പെട്ടവർ അള്ളാഹു മക്കളെ കൊടുത്തില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു മക്കളെ കൊടുത്തില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രിയമുള്ളവരെ കല്യാണം കഴിയുകയാണ്. ആരാണ് ഭാര്യയെന്നറിയോ? മഹദി ഹാജറ ബീവിയ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടല്ലോ അള്ളാഹു മക്കളെ കൊടുക്കുന്നില്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രിയമുള്ളവരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യുകയാണ്. യാ അല്ലാഹ്, മക്കളില്ലാതെ സങ്കടത്തിലാണ് അല്ലാഹ്, മക്കളെ തരണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബിയുടെ പ്രിയമുള്ളവരെ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ അല്ലാഹു പടച്ച തമ്പുരാന് മക്കളെ കൊടുക്കുന്നില്ല. ഇബ്രാഹിം നബി വീണ്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യുകയാണ്. നാഥാ,
മക്കളെ തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ പ്രിയമുള്ളവരെ മക്കളെ കൊടുക്കുന്നില്ല. ഇബ്രാഹിം നബി അതാ വീണ്ടും അതാ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. റഹ്മാനേ, പ്രായമായി വരികയാണ് പടച്ചവനെ, മക്കളില്ലാത്തത് വല്ലാത്ത സങ്കടമാണ് റബ്ബി, മക്കളെ തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാനോട് ദുആ ചെയ്യുമ്പോ അല്ലാഹു പടച്ച തമ്പുരാൻ ഇബ്രാഹിം നബിക്ക് മക്കളെ കൊടുക്കുന്നില്ല. വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഇബ്രാഹിം നബിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു പടച്ച തമ്പുരാൻ മക്കളെ കൊടുക്കണില്ല. ഇബ്രാഹിം നബി സങ്കടപ്പെട്ടില്ല. ഇബ്രാഹിം നബി വീണ്ടും 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 പടച്ചവനിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്തു. ഞാൻ ഇന്നലെ പറഞ്ഞ ഹദീസ് അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ ആയുധം എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുആയാണ്. ഒരു മുഅ്മിനിന്റെ ആയുധം എന്ന് പറയുന്നത് ദുആയാണ് അല്ലേ? നമ്മളിപ്പോ ഇന്നലെ പഠിച്ചു ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മഅദനി ഉസ്താദ്. പലരും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ തടവറയിലാക്കിയപ്പോഴും ഉസ്താദ് ഇന്ന് അൽഹംദുലില്ലാ അത്രത്തോളം ധൈര്യത്തോടു കൂടി ജീവിക്കണത് മരുന്നിന്റെ ബലത്തിലല്ല, അല്ലെങ്കിൽ വേറെ ഒന്നിന്റെ ബലത്തിലല്ല. ഉസ്താദിന്റെ ദുആയും ഉസ്താദിനെ സ്നേഹിക്കുന്ന പാവങ്ങളുടെ ആയിരങ്ങളുടെ ലക്ഷക്കണക്കാന ആളുകളുടെ ദുആ കൊണ്ട് മാത്രമാണ് അല്ലേ? ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മഅദനി ഉസ്താദ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് വരികയുണ്ടായി. പക്ഷേ വാപ്പയെ കാണാൻ പോകുന്ന വഴിക്ക് വെച്ച് ഉസ്താദിന് എൻ്റെ പ്രിയപ്പെട്ടവർ ആലുവ ഭാഗത്തെത്തിയപ്പോൾ ചെറുതായിട്ട് ക്രിയാറ്റിന്റെ അളവും മറ്റൊക്കെ കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഛർദിലുണ്ടായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ലാഹുവേ, നീ പരിപൂർണമാകുന്ന ശമനങ്ങൾ നൽകണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ, എല്ലാവിധ രോഗത്തിന് ശമനങ്ങൾ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ആരോഗ്യത്തോടെ ആഫിയത്തോടെ പ്രിയപ്പെട്ട പിതാവിനെ സന്ദർശിക്കാൻ നീ എല്ലാവിധ ഹിമ്മത്തും കൂവത്തും കൊടുക്കണേ റബ്ബി, ആരോഗ്യങ്ങൾ കൊടുക്കണേ റബ്ബി, ദീർഘായുസ് കൊടുക്കണേ റബ്ബി. മൺമറന്നുപോയ മാതാവിന്റെ ഖബറിടം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. ഉസ്താദിന്റെ രോഗങ്ങൾക്കെല്ലാം നീ പരിപൂർണമാകുന്ന മോചനങ്ങൾ കൊടുക്കണേ റബ്ബി. പടച്ചവനെ, ആഫിയത്തും ദീർഘായുസും കൊടുക്കണേ അല്ലാ. എത്രയും പെട്ടെന്ന് പരിപൂർണമാകുന്ന രീതിയിൽ മോചിതനാകാൻ നീ സൗഭാഗ്യങ്ങൾ കൊടുക്കണേ നാഥ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ജീവിതത്തിന്റെ എല്ലാ ആരോഗ്യങ്ങളും മുഴുവനും ദീനിനു വേണ്ടി മാറ്റിവെച്ച പണ്ഡിതനാണ്. ഒരുപാട് പേരെ നന്മയിലൂടെ കൊണ്ടുപോയ പണ്ഡിതനാണ്. അതിനുള്ള അർഹമാകുന്ന പ്രതിഫലങ്ങളും നീ കൊടുക്കണേ റബ്ബി. ആരോഗ്യങ്ങൾ കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ, കുടുംബത്തിൽ ബറക്കത്ത് കൊടുക്കണേ നാഥ, ഈമാൻ കൊടുക്കണേ റബ്ബി. ഞങ്ങളെയും ഉസ്താദിനെയും എല്ലാവരെയും നീ റസൂലുള്ളാഹിയുടെ കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാൻ നീ സൗഭാഗ്യങ്ങളെ തരണേ റബ്ബി, സൗഭാഗ്യങ്ങളെ തരണേ അല്ലാ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ചവരോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുആ ചെയ്തു. എന്താ ദുആ ചെയ്തത്? പടച്ചവനെ, മക്കളില്ല, മക്കളില്ലാത്തത് കൊണ്ട് പ്രയാസമാണ്, മക്കളെ തരണം, അല്ലാഹു കൊടുത്തില്ല. അവസാനം ഇബ്രാഹിം നബിക്ക് എങ്ങനെയെങ്കിലും ഒരു മകനെയോ മകളെയോ കിട്ടണം. ഇബ്രാഹിം നബിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രതീക്ഷ റബ്ബിലാണ്, വേറെ ഒരാളിലുമല്ല. എനിക്കറിയാം എത്രയോ പേര് റബ്ബിൽ പ്രതീക്ഷ എൻ്റെ പ്രിയപ്പെട്ടവരെ കൈവിട്ടിട്ട് അവസാനം സങ്കടപ്പെട്ട് പറയുന്നു, ഉസ്താദേ അള്ളാഹു എന്നെ കൈവിട്ടു, എനിക്ക് മക്കളെ തരുന്നില്ലെന്ന്. അങ്ങനല്ല, നിനക്ക് എത്രത്തോളം കാലം ആഫിയത്തും ദീർഘായുസ്സും ഉണ്ടോ അന്ന് വരെ നീ ദ്വാരക്കണം, പടച്ചോനെ മക്കളെ തരണേ. 60 വയസ്സുള്ളവർക്ക് അല്ലാഹു മക്കളെ കൊടുത്തല്ലോ, 70 വയസ്സുള്ളവർക്ക് അല്ലാഹു മക്കളെ കൊടുത്തല്ലോ, 80 വയസ്സുള്ളവർക്ക് അല്ലാഹു മക്കളെ കൊടുത്തല്ലോ. ഇബ്രാഹിം നബി എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രായമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാനം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. എന്താ ദുആ ചെയ്തേ? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രിയമുള്ളവരെ ദുആ ചെയ്യുകയാണ്. അല്ലാഹ്, എനിക്കൊരു മകനെയോ മകളെയോ തന്നാൽ അവരെ ഞാൻ നിന്റെ നാമത്തിലേക്ക് നിന്റെ സവിധത്തിലേക്ക് ബലിയർപ്പിക്കാം. അല്ലാഹ്,
എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ടവരെ ഹാജറ ഉമ്മയുണ്ടല്ലോ ഗർഭിണിയാകുകയാ, പ്രസവിക്കുകയാ. സയ്യിദുനാ ഇസ്മാഈൽ നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി എന്റെ പ്രിയപ്പെട്ടവരെ പൊട്ടിക്കരഞ്ഞു പടച്ചവനോട് ദുആ ചെയ്തു, നാദാ എനിക്കൊരു മകനെയോ മകളെയോ തരണം, തന്നാൽ ഞാൻ അവരെ ബലിയർപ്പിക്കാം. അല്ലാഹു പടച്ച തമ്പുരാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു മകനെ കൊടുത്തു, സയ്യിദുനാ ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അൽഹംദുലില്ലാഹ്, അങ്ങനെ ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ബഹുമാനപ്പെട്ടവരും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സന്തോഷത്തോടുകൂടി ജീവിതം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പാതിരാത്രിയിൽ എന്റെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ കിടക്കണ സമയത്ത് സുബ്ഹാനല്ലാഹ് ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഇബ്രാഹിം നബിയോട് ഇങ്ങനെ പറയുന്നു, ഇബ്രാഹിമേ ഇതിന്റെ പൊന്നുമോനെ എന്തുകൊണ്ട് ബലിയർപ്പിക്കണില്ല? ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, നീ എന്തേ വാക്കു പാലിക്കാത്തതെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പടച്ച തമ്പുരാൻ ചോദിക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ പ്രിയപ്പെട്ടവരെ നെട്ടി എണ്ണീച്ചു. ഇബ്രാഹിം നബി ഓർത്തു വേറെ എന്തെങ്കിലും ഇബ്ലീസ് വല്ലം തോന്നിപ്പിക്കണതായിരിക്കും. രണ്ടാമത്തെ ദിവസം വീണ്ടും എന്റെ പ്രിയപ്പെട്ടവരെ ചിന്ത ഇങ്ങനെ കടന്നു വന്നു. ഇബ്രാഹിം നബി എന്റെ പ്രിയപ്പെട്ടവരെ അത് കാര്യത്തിലെടുത്തില്ല, ഇബ്രാഹിം നബി തള്ളിക്കളഞ്ഞു. പിന്നീടും അല്ലാഹു പടച്ച തമ്പുരാൻ ഇബ്രാഹിം നബിയോട് ചോദിച്ചു, ഇബ്രാഹിമേ നീ വാക്ക് ലംഘിക്കണം, നീ എന്തേ വാക്ക് ലംഘിക്കുന്നത്? കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചാടി എണ്ണീച്ചു. സ്വന്തം മകനെ അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് ബലിയർപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നേർച്ച നേർന്നത്. ആ ഒരു കാരണം കൊണ്ടാണ് ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നുമോനെ അള്ളാഹു പടച്ച തമ്പുരാൻ കൊടുത്തത്. പക്ഷേ ഇബ്രാഹിം നബി ആ വാക്കു പാലിക്കാത്തപ്പോ അള്ളാഹു പടച്ച തമ്പുരാൻ ഇബ്രാഹിം നബിയുടെ സവിധത്തിലേക്ക് കടന്നു വന്നിട്ട് ഒരു അശരീരി എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചാടി എണ്ണീക്കുകയാണ്. പടച്ചവനെ ഇബ്രാഹിം നബിയുടെ പ്രിയമുള്ളവരെ നെറ്റിത്തിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഞാൻ കണ്ട് കൊതി തീർന്നില്ലല്ലോ, മുത്തം കൊടുത്തു കൊതി തീർന്നില്ലല്ലോ, താരാട്ടുപാടി കൊതി തീർന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഹാജറ ബീവിയുണ്ടല്ലോ, എന്റെ പൊന്നുമോനെ സ്നേഹിച്ച് കൊതി തീർന്നില്ലല്ലോ. പടച്ചവനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ ഹാജറ ബീവിയോട് പറയുകയാണ്, പ്രിയപ്പെട്ട ഭാര്യേ, നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമോനാകുന്ന ഇസ്മാഈലിനെയുണ്ടല്ലോ നീയൊന്ന് കുളിപ്പിക്കണേ, മനോഹരമാകുന്ന വസ്ത്രങ്ങൾ ഇങ്ങനെ ധരിപ്പിക്കണമെന്ന് പറയുമ്പോ ഹാജറ ഉമ്മയെന്ന് പ്രിയമുള്ളവരെ കുളിപ്പിക്കുകയാണ്, മനോഹരമാകുന്ന വസ്ത്രങ്ങൾ ധരിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയമുള്ളവരെ ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നുമോനോട് കാര്യം പറയുകയാണ്, അല്ലാഹുവേ നിന്നെ അറുക്കാൻ പറയുന്നുണ്ട്, അതുകൊണ്ട് നിന്നെയുണ്ടല്ലോ അറുക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ പറഞ്ഞു കൊടുക്കുമ്പോ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ പറയുകയാണ്, പ്രിയമുള്ള വാപ്പാ അറുത്തുകൊള്ളുക, ബലിയർപ്പിക്കുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയമുള്ളവരെ കത്തിയെടുക്കുകയാണ്. പടച്ചവനെ വാഹനത്തിൽ കയറുകയാണ്. എന്നിട്ടതാ ഒരു മലയുടെ മുകളിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നുമോനെയുണ്ടല്ലോ കിടത്തുകയാ. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ പ്രിയപ്പെട്ട പിതാവാകുന്ന ഇബ്രാഹിം നബിയോടിന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാണ്, പ്രിയമുള്ള വാപ്പാ കടാരയ്ക്ക് മൂർച്ചയുണ്ടല്ലോ, കൂട്ടണേ വാപ്പാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയമുള്ളവരെ കഴുത്തിലേക്ക് കടാരയിറക്കാൻ പോകുമ്പോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ കൈകളുണ്ടല്ലോ വിറക്കുകയാ, പതറുകയാ. ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നുമോനതാ ധൈര്യത്തോടുകൂടി പ്രിയപ്പെട്ട പിതാവിനോട് പറയുകയാണ്, എന്തിനാണ് കരയുന്നത് വാപ്പാ, എന്തിനാണ് സങ്കടപ്പെടുന്നത് വാപ്പാ, എന്തിനാണ് ദുഃഖിക്കുന്നത് വാപ്പാ? ഇത് പടച്ചവന്റെ ദർബാറിൽ നിന്ന്, ഇത് പടച്ചവന്റെ ഹലറത്തിൽ നിന്ന് ഇത് കടന്നു വന്നതല്ലേ, ഇത് ഏകഹിലാഹായ റബ്ബിന്റെ സവിധത്തിൽ നിന്ന് കടന്നു വന്നതല്ലേ.
പടച്ചവനെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ ഇബ്രാഹിം നബി ഉണ്ടല്ലോ, ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നുമോനെ അറുക്കാൻ തുനിയുമ്പോ ഒരു മലക്കിങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഒരാട്ടുംകുട്ടിയായിട്ട് കടന്നു വരികയാണ്, ഒരാടുമായിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാണ്. എന്നിട്ടതാ ഇബ്രാഹിം നബിയോട് പറയുകയാണ്, അറുക്കല്ലേ അറുക്കല്ലേ, അറുക്കാൻ പാടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മലക്കഥാ പറയുകയാണ്, നിന്നെ അതാ അല്ലാഹു പടച്ച തമ്പുരാനെ പരീക്ഷിച്ചതാണ്. ആ പരീക്ഷണത്തിലുണ്ടല്ലോ അൽഹംദുലില്ലാഹ് ഇസ്മായിൽ നബിയുടെ പ്രിയപ്പെട്ട പിതാവാകുന്ന ഇബ്രാഹിം നബിയുണ്ടല്ലോ വിജയിച്ചിരിക്കുകയാ. അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ കയ്യിലേക്ക് ഒരു മനോഹരമാകുന്ന ആടിനെ കൊടുക്കുകയാ. എന്നിട്ട് ആ ആടിനെ അറുക്കാൻ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ ചരിത്രം രേഖപ്പെടുത്തുമ്പോ എന്തിനാണ് ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രിയപ്പെട്ട പിതാവാകുന്ന ഇബ്രാഹിം നബി പറഞ്ഞപ്പോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോ അനുസരണയുള്ള കുട്ടിയായിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ കൂടെ എന്റെ പ്രിയമുള്ളവരെ പോയെന്ന് ചരിത്രം പറയുമ്പോ, അല്ലാഹുവേ മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരെ, നിങ്ങൾക്കതാ മക്കളുണ്ടായിട്ട് കരഹിന്റെ ഒരു ഗതികേട് വരാനോ പാടില്ല, കള്ളുകുടിക്കുന്ന മക്കളുണ്ടാകാനോ പാടില്ല, ലഹരി ഉപയോഗിക്കുന്ന മക്കളുണ്ടാകാനോ പാടില്ല, കഞ്ചാവ് ഉപയോഗിക്കുന്ന മക്കളുണ്ടാകാനോ പാടില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് സ്നേഹത്തിൽ ഞാൻ പറയുകയാണ്, മക്കളെ അല്ലാഹു തരുമല്ലോ, എന്നാൽ ജനിക്കുന്ന മക്കള് സ്വാലിഹീങ്ങളായ മക്കളായി മാറാൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഇബ്രാഹിം നബിക്ക് അള്ളാഹു നല്ലൊരു പൊന്നുമോനെ, സ്വാലിഹായ പൊന്നുമോനെ കൊടുത്തു. പേരെന്റെ പ്രിയപ്പെട്ടവരെ സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയണത്, ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എങ്ങനെയാണോ ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബിയും കഴിഞ്ഞു പോയത് അതുപോലെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയണത്, നല്ല മക്കളെ കിട്ടാൻ, നല്ല ഈമാനുള്ള നല്ല സ്വാലിഹീങ്ങളായ മക്കളെ കിട്ടാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾ ഏവരും ചെയ്യേണ്ട കാര്യം ദുആ അല്ലാതെ വേറൊന്നുമില്ല. ദുആ അല്ലാതെ വേറൊന്നുമില്ല. അള്ളാഹു ഒരു മനുഷ്യനിക്ക് കൊടുക്കണ ഏറ്റവും വലിയ ഹൈറായ 3 കാര്യങ്ങളാണ്. അള്ളാഹു ഒരു മനുഷ്യനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ നൽകുന്ന 3 കാര്യങ്ങൾ അത് ഹൈറായതാണ്. ഏതാ? 1 നല്ലൊരു വീട്, നല്ലൊരു വാഹനം, നല്ലൊരു കുടുംബജീവിതം. അപ്പൊ ഈ 3 കാര്യങ്ങളും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലഭിക്കുമ്പോൾ അൽഹംദുലില്ലാ അവനിക്ക് തൃപ്തിയാണ്. മക്കളും എല്ലാവരുമായിട്ടുള്ളൊരു കുടുംബജീവിതം എന്ന് പറയണത് അള്ളാഹു ഹൈറിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് ഇത്രയും മതി. ഇൻഷാ അല്ലാഹ് അള്ളാഹു കേൾക്കാനും അള്ളാഹു കേട്ടവർക്കൊക്കെ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിപൂർണമാകുന്ന പ്രതിഫലങ്ങൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വേറൊന്നും പറയാനില്ല. നിങ്ങൾ എപ്പോഴും ദുആ ചെയ്യുമ്പോൾ, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അവരുടെ ഹൈറിന് വേണ്ടി ദ്വാരക്കണം. ഒരിക്കലും ഇപ്പോൾ പള്ളിയിലെ ഖത്തീവായിരിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പേര് വന്നിട്ട് പറയാറുണ്ട്, ഉസ്താദേ എൻ്റെ മോൻ പഠിക്കണില്ല, അവൻ കുരുത്തം കെട്ടവനാന്ന് പറയാറുണ്ട്. ഒരിക്കലും മക്കളുടെ മുമ്പിൽ വെച്ച് അങ്ങനെ പറയാൻ പാടില്ല. കാരണം ആ ഒരു മാതാപിതാക്കളുടെ ദുആ ചിലപ്പോൾ പടച്ച തമ്പുരാൻ സ്വീകരിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ചിലപ്പോൾ മക്കൾ ആ സമയത്ത് വഴിതെറ്റാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മുടെ മക്കളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹു എല്ലാവിധ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അള്ളാഹു നമ്മുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ അറഫയുടെ രാവാണ്. ഇന്ന് അറഫയുടെ രാവാണ്. പ്രഭാഷണത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഒരു സ്ഥാനവുമില്ല ഇന്നത്തെ രാത്രിയിൽ ദുആക്കും ദിക്റുകൾക്കും ഔറാദുകൾക്കും മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം സ്ഥാനമുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കുറച്ചു നേരം പരിശുദ്ധമാക്കപ്പെട്ട ദിക്റുകളും ഔറാദുകളും
സ്വലാത്തുകളും ഒക്കെ ചൊല്ലി, ഒരുപാടൊന്നും ചൊല്ലണില്ല, ഇൻഷാ അല്ലാഹ് കുറച്ചു നേരം ചൊല്ലി റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ഇതിൻ്റെ അകത്ത് ആരെല്ലാം ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് പിരിയണം. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി മുതൽ ഏകദേശം എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് നമ്മുടെ സദസ്സ് ഉണ്ടാകും. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നാളെ ഉണ്ടാകും. നാളത്തെ വിഷയം ഇൻഷാ അല്ലാഹ് രാവിലെ 10 മണിക്ക് തന്നെ ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിലെത്തും. അള്ളാഹു പഠിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നാളത്തെ വിഷയം ഏതാണെന്ന് ഇൻഷാ അല്ലാഹ് കുടുംബജീവിതമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും മിക്കവാറും. ഇൻഷാ അല്ലാഹ് എന്തായാലും അള്ളാഹു പഠിക്കാനും അള്ളാഹു അതൊക്കെ മനസ്സിലാക്കാനും അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം അള്ളാഹു അർഹമാകുന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഇന്നത്തെ രാത്രി ദ്വാരക്കാനുള്ളത് മക്കളില്ലാത്തവർക്ക് വേണ്ടിയാണ്. കാരണം മക്കളില്ലാത്ത ഒരുപാട് സാധുക്കളുണ്ട്. പല സ്ഥലത്തും അതിന് പോകുമ്പോൾ കരന്നിട്ട് കൈപിടിച്ചിട്ട് കെട്ടിപ്പിടിച്ചിട്ടൊക്കെ പറയണ പല മാതാപിതാക്കളുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ഹൈറായ മക്കൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു നീ കബൂലാക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ റബ്ബി, ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു നൽകണേ അല്ലാഹ്. പടച്ചവനെ സുഹറ എന്ന് പറയുന്ന സഹോദരി പടച്ചവനെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നീ കുടുംബത്തിൽ ബറക്കത്ത് കൊടുക്കണേ റബ്ബി, സന്തോഷങ്ങൾ കൊടുക്കണേ റബ്ബി. ജുമൈല എന്ന് പറയുന്ന സഹോദരി നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്, രോഗങ്ങൾക്ക് നീ പരിപൂർണമാകുന്ന ശമനങ്ങൾ കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ റബ്ബി, ദീർഘായുസ് കൊടുക്കണേ റബ്ബി. അനസ് എന്ന് പറയുന്ന സഹോദരൻ അല്ലാഹ് ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ പടച്ചവനെ, എല്ലാ നന്മകളും നീ ചൊരിഞ്ഞു കൊടുക്കണേ പടച്ചവനെ. റൈഹാനത്ത് എന്ന് പറയുന്ന സഹോദരി അല്ലാഹ് ഖൈറിന്റെ കവാടങ്ങൾ നാഥാ നീ തുറന്നു കൊടുക്കണേ റബ്ബി, മക്കൾക്ക് നീ പരിപൂർണമാകുന്ന ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാഹ്. ഖൈറുൻ നിസ എന്ന് പറയുന്ന സഹോദരനാ സഹോദരിയാണ് നാഥാ 8 കൊല്ലമായി കല്യാണം കഴിഞ്ഞ് മക്കളില്ലെന്ന് പറഞ്ഞ സഹോദരിയാണ്. നീ സ്വാലിഹും സാലിഹത്തുമായ മക്കളെ കൊടുക്ക റബ്ബി, സ്വീകരിക്കണേ നാഥാ. നൗഫൽ എന്ന് പറയുന്ന യമാനി നൗഫൽ യമാനി നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്, ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാതെ സങ്കടപ്പെടുന്ന പ്രിയപ്പെട്ട സുഹൃത്താണ്, നീ ഖൈറായ മക്കളെ കൊടുക്കുന്നതാ. വീടിന്റെ പണികളെല്ലാം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള സൗഭാഗ്യങ്ങള് കൊടുക്കണേ റബ്ബി, കൊടുക്കണേ നാഥാ. സൈനുദ്ദീൻ എന്ന് പറയുന്ന സഹോദരൻ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാനാണ്. പടച്ചവനെ മക്കൾക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അസീസ് എന്ന് പറയുന്ന സഹോദരൻ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ റബ്ബി. സലീല എന്ന് പറയുന്ന കണ്ണൂറ്റിലുള്ള കരുനാഗപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട സഹോദരിയാണ്. ഭർത്താവിന്റെ ജോലിയിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, കടങ്ങൾക്ക് സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. വാപ്പാക്കും ഉമ്മാക്കും കുടുംബത്തിനുമെല്ലാം നീ ഖൈർ കൊടുക്ക റബ്ബി, ആഫിയത്ത് കൊടുക്ക റബ്ബി, ദീർഘായുസ് കൊടുക്ക റബ്ബി. പടച്ചവനെ ചീപ്പൂട്ടി എന്ന് പറയുന്ന സഹോദരനല്ല, അനിയത്തിക്ക് കുട്ടിയുണ്ടാകാരാട് നാഥാ നീ ഖൈർ കൊടുക്ക റബ്ബി, സ്വീകരിക്കണേ റബ്ബി, നാഫിയായ ഇൽമു കൊടുക്കണേ റബ്ബി. ഷാമോൻ എന്ന് പറയുന്ന സഹോദരനല്ല, പടച്ചവനെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാനാണ്, കടങ്ങൾ തീരാനാണ്. നീ സലാമത്ത് കൊടുക്കണേ റബ്ബി, നീ കടങ്ങൾ മാറ്റി കൊടുക്കണേ റബ്ബി, സ്വാലിഹീങ്ങളാകുന്ന മക്കളെ കൊടുക്കണേ റബ്ബി. അഷ്റഫ് എന്ന് പറയുന്ന സഹോദരൻ നീ റാഹത്തിലാക്കണേ അല്ലാഹ്, ഭർത്താവിന് സ്വന്തമായിട്ട് വർക്ക് കിട്ടാനാണ്, ജോലിയിലെ നാഥാ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഖൈറിന്റെ കവാടങ്ങള് തുറന്നു കൊടുക്ക റബ്ബി, ഖൈറിന്റെ കവാടങ്ങള് എത്തിച്ചു കൊടുക്ക റബ്ബി. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് സാധുക്കൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമാകുന്ന പ്രതിഫലങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് പ്രത്യേകിച്ച് ദ്വാരക്കാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹമീദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ വടകരയിലുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഉമ്മ
ഞാൻ എന്ന് വഅദ് തുടങ്ങിയോ അന്ന് തൊട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഞാനുമായിട്ട് അൽഹംദുലില്ലാ ബന്ധം കാത്തു സൂക്ഷിക്കേണ്ട ഒരു പാവപ്പെട്ട സഹോദരനാണ്. അൽഹംദുലില്ലാ അദ്ദേഹം വിദേശത്തുള്ള സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മാതാവ് ഞാൻ പലപ്പോഴും ആ വീട്ടിലെ ഭക്ഷണം കഴിക്കാനൊക്കെ ചെല്ലുമ്പോൾ ഉസ്താദെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ഉമ്മയാണ്. ഇന്ന് ആ പ്രിയപ്പെട്ട ഉമ്മ എൻ്റെ പ്രിയപ്പെട്ടവരെ വീണിട്ട് കാലിന് ഓപ്പറേഷനാണെന്ന് പറയുകയുണ്ടായി. ഹമീദ് എന്ന് പറയുന്ന സഹോദരൻ്റെ പ്രിയപ്പെട്ട മാതാവിന് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവിനെ പരിപൂർണമാകുന്ന ശമനങ്ങൾ കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് സ്നേഹമുള്ള കുടുംബമാണ് നാഥ, വടകരയിലുള്ള സഹോദരന്റെ കുടുംബമാണ്. ആഫിയത്ത് കൊടുക്കണേ റബ്ബേ, ദീർഘായുസ് കൊടുക്കണേ നാഥ. പ്രിയപ്പെട്ട മാതാവിന് ആരോഗ്യവും എല്ലാവിധ ഖുവ്വത്തും കൊടുക്കണേ അല്ലാഹ്. എന്ത് രോഗമാണെങ്കിലും പടച്ചവനെ നീ പരിപൂർണമാകുന്ന രീതിയിൽ തിരിച്ചു വരാൻ നീ സൗഭാഗ്യങ്ങൾ കൊടുക്കണേ റബ്ബേ, നീ സൗഭാഗ്യങ്ങൾ കൊടുക്കണേ റബ്ബേ. ഹമീദ് എന്ന് പറയുന്ന സഹോദരന് നീ ക്ഷമ കൊടുക്കണേ അല്ലാഹ്, ക്ഷമ കൊടുക്കണേ അല്ലാഹ്. പ്രവാസിയാണ്, സമാധാനങ്ങൾ കൊടുക്കണേ റബ്ബേ. മകൻ ആലിമാണ്, അതിന്റെ ബറക്കത്ത് കുടുംബത്തിൽ കൊടുക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട മാതാവിന് പരിപൂർണമാകുന്ന ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ നാഥ, കൊടുക്കണേ റബ്ബേ. പരിശുദ്ധമാക്കപ്പെട്ട അറഫയുടെ രാവിലെ ഞങ്ങൾ പൊട്ടിക്കരന്നുകൊണ്ട് ദുആ ചെയ്യുകയാണല്ലോ നാഥ. ഞങ്ങളുടെ ദുആയുടെ പ്രതിഫലം കൊണ്ട്, ദുആയുടെ ബറക്കത്ത് കൊണ്ട്, അറഫ രാവിന്റെ ബറക്കത്ത് കൊണ്ട്, നാളത്തെ അറഫയുടെ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഉമ്മാക്ക് നാഥ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. നബീറ എന്ന് പറയുന്ന സഹോദരി പടച്ചവനെ, ഉസ്താദ് എന്റെ മകന്റെ വിസ റെഡിയാകാനാണ്, നീ ഖൈറിലാക്കണേ അല്ലാഹ്. ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്. ജോലിയിൽ നീ സന്തോഷങ്ങൾ കൊടുക്കണേ അല്ലാഹ്, സംരക്ഷണങ്ങൾ കൊടുക്കണേ റബ്ബേ. ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ റബ്ബേ. പടച്ചവനെ, അഷ്റഫ് എന്ന് പറയുന്ന സഹോദരൻ അല്ലാഹ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യണേ നാഥ. ഖബർ വിശാലമാക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്, സന്തോഷത്തിലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ആരെല്ലാം ഏതെല്ലാം സ്ഥലത്തിരുന്നു കൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഹലാലാകുന്ന മുറാദുകളോ ഹാസിലാക്ക റബ്ബി, ഹാസിലാക്കണേ അല്ലാഹ്. جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله، 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 لا إله إلا الله. إلهي أنت مقصودي ورضاك مطلوبي، إلهي أنت مقصودي ورضاك مطلوبي، إلهي أنت مقصودي ورضاك مطلوبي.
പടച്ചവനെ ആരെല്ലാം എഴുതിവിടുന്നുണ്ടോ അവർക്കെല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ റബ്ബി, കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹോദരൻ മാദിനി ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണമെന്നാണ്. നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, രോഗങ്ങൾക്ക് നീ ശമനങ്ങൾ കൊടുക്കണേ അല്ലാഹ്. അറഫയുടെ രാവിലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവന്റെ ദർബാറിലേക്ക് ഉയർത്തുന്ന കരങ്ങളാണ് നാഥാ, സ്വീകരിക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്. പടച്ചവനെ ഷീബ എന്ന് പറയുന്ന സഹോദരി പടച്ചവനെ പ്രയാസങ്ങൾ മാറാനാണ്, നീ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്. സങ്കടങ്ങൾക്ക് നീ വറുതി കൊടുക്കണേ അല്ലാഹ്. റഊഫ് എന്ന് പറയുന്ന കർണാടകയിലെ കൊടകിലുള്ള പ്രിയപ്പെട്ട സ്നേഹിതനാണ്, സുഹൃത്താണ് റബ്ബേ. അവന്റെ എല്ലാവിധ ബിസിനസ്സിലും നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ഉസ്താദുമാരെ സ്നേഹിക്കുന്ന കുടുംബമാണ് പടച്ചവനെ, ഖൈർ കൊടുക്കുന്നതാ, ആഫിയത്ത് കൊടുക്കണേ നാഥാ, ദീർഘായുസ് കൊടുക്കണേ നാഥാ, കുടുംബത്തിന് ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. റൈഹാനത്തെന്ന് പറയുന്ന സഹോദരി പടച്ചവനെ നീ ഖൈറിന്റെ കവാടങ്ങളെ തുറന്നു കൊടുക്കണേ റബ്ബേ, മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്, കുടുംബ ജീവിതത്തിന് ബറക്കത്ത് കൊടുക്കണേ റബ്ബേ, ഖൈറിന്റെ കവാടങ്ങളെ നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ അഫ്സൽ എന്ന് പറയുന്ന സഹോദരൻ സ്വാലിഹീങ്ങളായ മക്കളുണ്ടാകാനാണ്. മക്കള് വേണം എല്ലാവർക്കും അല്ലാഹ്, മക്കളില്ലാത്ത ജീവിതം വല്ലാത്ത പ്രയാസമാണ് റബ്ബീ. അഫ്സൽ എന്ന് പറയുന്ന സാധുവായ സഹോദരന് ഖൈറായ മക്കളെ കൊടുക്കണേ നാഥാ, ഈമാനുള്ള മക്കളെ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ജുനീസാദി എന്ന് പറയുന്ന സഹോദരി കുട്ടികൾ ഉണ്ടാകാനാണ്, നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ രോഗങ്ങൾ എന്താണെങ്കിലും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദി യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണക്കടലായ ദയാലുവായ പടച്ചവനെ ഞങ്ങളുടെ ദുആഇനെ നീ കബൂലാക്കണേ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, റാഹത്തിനാക്കണേ അല്ലാഹ്, ഖൈറിന്റെ കവാടങ്ങൾ നീ തുറന്നു നൽകണേ അല്ലാഹ്, എല്ലാവിധ സംരക്ഷണങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവൻ ഉമ്മാക്കും വാപ്പാക്കും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ സാധുക്കളുണ്ട് റബ്ബേ. അല്ലാഹുവേ, മൺമറഞ്ഞു പോയവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്, കടങ്ങൾക്ക് നീ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്, രോഗങ്ങൾക്ക് നീ ശമനങ്ങൾ കൊടുക്കണേ അല്ലാഹ്. അബ്ദുന്നാസിർ മഅദനി ഉസ്താദിന് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാതെ 10, 15, 20, 30 കൊല്ലമായി, 2, 3 കൊല്ലമായി എന്ന് പറഞ്ഞ സാധുക്കളുണ്ട് റബ്ബേ. അവർക്കെല്ലാവർക്കും നീ ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ട അറഫയുടെ രാവിലാണല്ലോ ഞങ്ങൾ ദുആ ചെയ്യുന്നത്. നാഥാ, ഞങ്ങളുടെ ദുആഇനെ നീ തട്ടിക്കളയരുതേ റഹ്മാനേ. എന്തെല്ലാം സങ്കടങ്ങളുണ്ടോ, നീറുന്ന വേദനകളുണ്ടോ, അതെല്ലാം നീ മാറ്റി കൊടുക്കണേ റഹ്മാനേ. മദീന കാണാതെ മക്ക കാണാതെ മരിപ്പിക്കല്ലേ റബ്ബേ. മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർക്ക് ഇബ്രാഹിം നബിക്ക് മക്കളെ കൊടുത്തതുപോലെ മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഉള്ള മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്, ആബിദീങ്ങളാക്കണേ അല്ലാഹ്, ഹാഫിദീങ്ങളാക്കണേ അല്ലാഹ്, മുത്തഖീങ്ങളാക്കണേ അല്ലാഹ്, അദബുള്ളവരാ
ഈമാനുള്ളവരാക്കണേ അല്ലാ, ഈമാനുള്ളവരാക്കണേ അല്ലാ, തഖ്വയുള്ളവരാക്കണേ അല്ലാ, ഇഖ്ലാസുള്ളവരാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് ഞങ്ങൾ നിസ്കരിക്കേണ്ട ഒരു ഗതികേട് നീ വരുത്തല്ലേ അല്ലാ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാത്തിരക്ഷിക്കണ റബ്ബേ, ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ചുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് ഏവർക്കും നീ സൗഭാഗ്യങ്ങൾ കൊടുക്കണേ റഹ്മാനേ. ഞങ്ങളുടെ ജോലിയിലെല്ലാം നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഉള്ള ജോലിയിൽ നീ ഖൈറായ വേതനങ്ങൾ നൽകണേ അല്ലാ. ഞങ്ങളുടെ മഹല്ലിൽ, ഞങ്ങളുടെ ഇമാമത്തിൽ, ഞങ്ങളുടെ വഅദിൽ, ഞങ്ങളുടെ ശബ്ദത്തിൽ, യാത്രയിൽ എല്ലാത്തിലും നീ ബറക്കത്ത് നൽകണേ റബ്ബേ. ഭക്ഷണം നൽകിയവർ, സ്നേഹം നൽകിയവർ, വസ്ത്രം നൽകിയവർ, കിതാബ് വാങ്ങി തന്നവർ, എല്ലാ സ്നേഹങ്ങളും പടച്ചവനെ വാരിക്കോരി തന്ന സാധുക്കൾ, അവർക്കെല്ലാവർക്കും റഹ്മാനേ നീ ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ റബ്ബേ. ആരെല്ലാം എവിടെയെല്ലാം ഇരുന്നു കൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ടോ, കർണാടകയിലുള്ള സാധുക്കളുണ്ട് അല്ലാ, മംഗലാപുരത്തുള്ളവരുണ്ട് അല്ലാ, തമിഴ്നാട്ടിൽ നിന്നുള്ളവരുണ്ട് അല്ലാ, ദുബൈയിലുള്ളവരുണ്ട് അല്ലാ, സൗദിയിലുള്ളവരുണ്ട് അല്ലാ, ലക്ഷദ്വീപിലുള്ളവരുണ്ട് അല്ലാ, ആൻഡമാനിലുള്ളവരുണ്ട് അല്ലാ, കേരളത്തിന്റെ പല പ്രദേശത്തുള്ള സാധുക്കളുണ്ട് അല്ലാ. അവർക്കെല്ലാവർക്കും നീ ഖൈറിന്റെ കവാടങ്ങൾ നീ തുറന്നു കൊടുക്കണേ റബ്ബേ. നാളെ അറഫയുടെ ദിവസമാണ്, അറഫ നോമ്പാണ്, അത് പരിപൂർണമായും പിടിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യങ്ങൾ തരണേ അല്ലാ. പടച്ചവനെ ഈമാനോടെ ഇഖ്ലാസോടെ നോമ്പ് നോറ്റാൻ നീ സൗഭാഗ്യങ്ങൾ തരണേ റബ്ബേ. കഴിഞ്ഞുപോയ വർഷങ്ങളിലെ പാപങ്ങളും വരാനിരിക്കുന്ന ജീവിതത്തിലെ പിഴവുകളെല്ലാം നീ പുറത്തു തരണേ നാഥ, നീ പുറത്തു തരണേ അല്ലാ. പടച്ചവനെ ഇന്ന് വരെ എന്റെ കൂടെ നിന്ന സാധുക്കളാകുന്ന അഗ്നിമാര് നീ ഖൈറ് കൊടുക്കല്ല, അവർക്ക് ആഫിയത്ത് കൊടുക്കല്ല, അവർക്ക് നീ ദീർഘായുസ് കൊടുക്കല്ല. ഷിംനാദിനെ പോലെ, ജുറൈജിനെ പോലെ, പടച്ചവനെ അബൂ തുരീഖിനെ പോലെ, അസീനാരെ പോലെ അങ്ങനെ സാധുക്കളുണ്ട് പടച്ചവനെ. എല്ലാവർക്കും നീ ഖൈറിന്റെ കവാടങ്ങൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. ഷിംനാദിന്റെ വീടിന്റെ പണികളെല്ലാം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള സൗഭാഗ്യങ്ങൾ കൊടുക്കണേ റബ്ബേ. കരുവയിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ നീ ഖൈറ് കൊടുക്കണേ നാഥ, നീ ആഫിയത്തും നീ എല്ലാ സംരക്ഷണങ്ങളും കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. വഅലിന് വേണ്ടി, ബിസിനസിന് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി, മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നെച്ചിലോട് ഓടുന്നവരാണ്. അപകട മരണങ്ങൾ നൽകല്ല റബ്ബേ, ദുരിതങ്ങൾ നൽകല്ല റബ്ബേ, ദുരന്തങ്ങൾ നൽകല്ല റബ്ബേ. ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യങ്ങൾ തരണേ അല്ലാ, തരണേ റഹ്മാനേ. മരിക്കുമ്പോ ഈമാനോടെ മറ്റുള്ളവരെയൊന്നും ബുദ്ധിമുട്ടിക്കാതെ മരിക്കാൻ ഞങ്ങൾക്ക് നീ അതിനുള്ള ഖൈർ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. കൊല്ലം ഹജ്ജിന് പോകാൻ കഴിയാത്ത നൂറുകണക്കാന സാധുക്കളുണ്ട് റബ്ബേ. ഉസ്താദെ ഹജ്ജിന് കൊടുത്ത് കിട്ടിയില്ലെന്ന് പറഞ്ഞ നൂറുകണക്കാന പാവങ്ങളുണ്ട് പടച്ചവനെ. അവർക്കെല്ലാം അടുത്ത കൊല്ലമെങ്കിലും ഹജ്ജും ഉംറയും ചെയ്യാൻ നീ സൗഭാഗ്യങ്ങൾ തരണ നാഥ, സൗഭാഗ്യങ്ങൾ തരണ അല്ലാ. പടച്ചവനെ ഒന്നു മുതൽ ഇത്രയും നാൾ എന്റെ കൂടെ നിന്ന സാധുക്കള്, കേരളത്തിന്റെ പല പ്രദേശത്തും അത് പറയുമ്പോഴും കൈപിടിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞവര്, കർണാടകയിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള്, സമസ്തയുടെ പ്രവർത്തകര്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകര്, എല്ലാവർക്കും അല്ലാഹ് ഞങ്ങൾ പറഞ്ഞതിന്റെ പരിപൂർണമാകുന്ന പ്രതിഫലങ്ങള് അവരുടെ ജീവിതത്തിൽ കൊടുക്കണേ റബ്ബേ, കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ എല്ലാ സംരക്ഷണങ്ങളും ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നൽകണേ റബ്ബേ. ഞങ്ങളുടെ മക്കളെല്ലാം പരീക്ഷ എഴുതിയവരാണ്, അവർക്ക് നീ വിജയങ്ങൾ കൊടുക്കണേ അല്ലാ, ഉന്നതമാകുന്ന പദവികൾ കൊടുക്കണേ അല്ലാ. പണം വരുമ്പോ, പ്രശസ്തി വരുമ്പോ, എല്ലാ മേഖലകളിലും സ്വീകാര്യതകൾ വരുമ്പോ വന്ന വഴി മറക്കുന്നവരാക്കല്ല റബ്ബേ. നാളെ അറഫയുടെ ദിവസമാണ്, അമലുകൾ കൂടുതൽ ചെയ്യാൻ സൗഭാഗ്യങ്ങളോ തരണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ എല്ലാ മേഖലകളിലും നീ ബറക്കത്തും ഐശ്വര്യങ്ങളും നൽകണേ റബ്ബേ. റസൂലുള്ളാഹിയുടെ തിരുനോട്ടമുള്ള മജ്ലിസാക്കണേ അല്ലാ. ആയിരക്കണക്കാന ആളുകൾ പങ്കെടുത്തിരുന്ന സദസ്സാണ് പടച്ചവരെ. അവരെല്ലാം ഇന്ന് എവിടെയാണെന്നറിയില്ല, പലരും മരിച്ചുപോയവരുണ്ട് റബ്ബേ. അവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. പടച്ചവനെ ആരെല്ലാം വഅദ് കേൾക്കുന്നുണ്ടോ അവർക്കെല്ലാവർക്കും പടച്ചവൻ എനിക്കറിയാത്തവരാണ്, എന്നെ അറിയുന്നവരായിരിക്കാം റഹ്മാനെ, അവർക്കെല്ലാവർക്കും നീ ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ. ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യങ്ങൾ നീ കൊടുക്ക റബ്ബേ, നീ കൊടുക്കണേ നാഥ. അല്ലാഹു ഞങ്ങളുടെ ദുആഇനെ നീ കബൂലാക്കണേ അല്ലാഹ്.
اللهم بارك لنا في كل أمورنا خصوصا في اجتبائنا يا رب العالمين بركة تامة كما باركت على عبادك الصالحين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയണവർ ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങൾക്ക് എന്ത് വിഷയം ചർച്ച ചെയ്യണമെങ്കിലും ഞാനല്ല വിഷയം ഏർപ്പെടുത്തുന്നത്. കാരണം ഇത് കേൾക്കണവർക്ക് എന്ത് വിഷയമാണ് താല്പര്യം വേണ്ടതെന്ന് വെച്ചാൽ ഇൻഷാ അല്ലാഹ് ഒന്നെങ്കിൽ ലൈവ് നടക്കുന്ന സമയത്ത് കമന്റിലൂടെ അറിയിച്ചാൽ അഡ്മിന്മാരെ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ഈ പ്രസംഗത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇടുന്ന കമ്മ്യൂണിറ്റി ടാബുണ്ട് ഇൻഷാ അല്ലാഹ്. അതിലൊന്നെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളെല്ലാവരും അറിയിക്കുക ഏത് വിഷയമാണ് താല്പര്യം, കേൾക്കാൻ താല്പര്യമുള്ള വിഷയം അതിലറിയിക്കുക. അതുമല്ലെങ്കിൽ 2 നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ 2 നമ്പറുകൾ ഒന്ന് എൻ്റെ നമ്പറാണ്, ഒന്ന് ചീഫ് അഡ്മിൻ്റെ നമ്പറാണ്. ആ നമ്പറിൽ എന്ത് ചെയ്യുക, അറിയിക്കുക. ഇനി അതുമല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന പ്രസംഗത്തിൻ്റെ അടിയിലൊക്കെ നിങ്ങൾ അറിയിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു പോസ്റ്റ് ഇടും, അതിൻ്റെ അടിയിൽ നിങ്ങൾ അറിയിച്ചാൽ ഏത് വിഷയമാണ് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ആ വിഷയം ഇൻഷാ അല്ലാഹ് പറയും. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്നേഹത്തിൽ പറയുക, സദസ്സ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. കാരണം റസൂലുള്ള പറയുന്നുണ്ട്, ചൈനയിൽ പോയിട്ടാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇൽമു പഠിക്കണമെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വിരൽ തുമ്പിൽ കിട്ടുമ്പോൾ ഇതിൽ പിരിവില്ല, ഇതിൽ വേറെ ഒന്നുമില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ വഅള് പറയും, ജീവിതത്തിൽ നമ്മൾ അൽഹംദുലില്ലാ പ്രാവർത്തികമാക്കണം എന്തെങ്കിലും ഒരു അമല് പറയും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു 9 മണി നമ്മൾ ഫിക്സ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. കാരണം വേറെ ഒന്നുമില്ല, പല ആളുകളും പറഞ്ഞു ഉസ്താദ് 9 മഴയാണ്, അപ്പോൾ നേരത്തെ തീർന്നാൽ അൽഹംദുലില്ലാ സുഖമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് 9 മണിക്ക് കൃത്യം നമ്മുടെ പരിപാടി തുടങ്ങും. 9 മണി തൊട്ട് ഒരു 10 മണി 10:15 10:30 വരെ ആയിരിക്കും പരിപാടി ഉണ്ടാകുക. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പുറത്ത് വഅള് പോകുന്നത് വരെ, അത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി അല്ല ഒരു കൊല്ലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി ഇൻഷാ അല്ലാഹ് പുതിയൊരു കൊല്ലത്തേക്ക് വഅള് തുടങ്ങുകയാണ്. അപ്പം ഇൻഷാ അല്ലാഹ് പുതിയ വിഷയങ്ങളെല്ലാം പരമാവധി നമ്മുടെ ചാനൽ വഴി ഇൻഷാ അല്ലാഹ് നമ്മൾ വിടാൻ നോക്കും. അല്ലാഹു ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൊടുത്ത ഡേറ്റുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും എല്ലാ മീഡിയകളിലൊക്കെ ഇൻഷാ അല്ലാഹ് വരും. എവിടേക്കാണ് ഡേറ്റ് കൊടുത്തിരിക്കണമെന്നൊക്കെ വരും ഇൻഷാ അല്ലാഹ്. എന്നാലും ഉടനെ പുറത്തോട്ടൊന്നും കൊടുത്തിട്ടില്ല, മഴയും കാരണം. എന്തായാലും ഇൻഷാ അല്ലാഹ് അല്ലാഹു പഠിക്കാൻ അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏത് വിഷയമാണെങ്കിലും അല്ലാഹു നമുക്ക് ഖൈറായ രീതിയിൽ ഇൻഷാ അല്ലാഹ് പഠിക്കാൻ അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ. മുഹമ്മദ് സിനാൻ ഉസ്താദ് സ്പീച്ച് ഉമ്മ ഉപ്പ ഇൻഷാ അല്ലാഹ് പറയാം, എല്ലാം പറയാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ ഏതാണെന്ന് വെച്ചാൽ ഇൻഷാ അല്ലാഹ് നേരത്തെ തന്നെ നമ്മുടെ പോസ്റ്റിൽ അറിയിച്ചാൽ, അല്ലെങ്കിൽ എന്നെ അറിയിച്ചാൽ, അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ അഡ്മിനെ അറിയിച്ചാൽ ഇൻഷാ അല്ലാഹ് അവരെന്നോട് പറയും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യും, ഏത് വിഷയമാണെങ്കിലും അതൊരു പുതിയ വിഷയമാണെങ്കിലും ചർച്ച ചെയ്യാൻ കഴിയും. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു